ആരെയും കാണുന്നില്ലല്ലോ. ഒരാൾക്കും ഒരു രോഗവുമില്ലേ? കൊള്ളാമല്ലോ. ആരെ വരുന്നുണ്ട്, ഇരിക്കും. രാവിലെ എങ്ങോട്ടാ? മനസ്സിലായി. ഫ്രീ എന്ന് അപ്പുറം കേൾക്കുമ്പോ അബ്ബാസിയക്കാർ എന്ത് വിഷമാണല്ലോ ഓടിക്കോളും. ഒന്ന് പോകാൻ ഒരു നല്ല കുഞ്ഞു വന്നേക്കും. വരണം, ഇരിക്കും. എന്താ പേര്? മോളി. എന്താ പ്രശ്നം? അത് ഡോക്ടർ, എത്ര ശ്രമിച്ചാലും സമയത്ത് സഹയോഗം ചേർക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഡോക്ടർ, ഒന്നാമത്തെ പ്രശ്നം ഒരുങ്ങാൻ നേരത്തെ ഏത് ഡ്രസ്സിലും കൺഫ്യൂഷൻ. അങ്ങനെ തിരിഞ്ഞിട്ടെല്ലാം കഴിയുമ്പോ കുറെ സമയം പോയി. പിന്നെ ഇറങ്ങാൻ നേരത്തായിരിക്കും നമ്മുടെ ആ സീനില്ലേ ഡോക്ടറെ, ആ ചന്ദ്രമല, അത് എന്താണ് വേണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങും. എല്ലാം പക്ഷെ സസ്പെൻഷനിൽ നിർത്തണം കൊണ്ട് അതെന്താണെന്ന് അറിയുന്നവരെ ടെൻഷനായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴായിരിക്കും വേറെ ഡോക്ടർ. പിന്നെ പ്രസംഗത്തായിരിക്കും വാസ്തുവിന്റെ പാർച്ചിലും. എല്ലാവർക്കും ഡ്യൂട്ടിക്ക് സ്കൂളിലെ സമയത്ത് എത്താൻ പറ്റും, മാത്രം എത്താൻ പറ്റും. അത് എന്നെ കുത്തിപ്പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മോളിയന്റെ ആന്റിയുടെ ഈ രോഗം ഇപ്പോൾ പൊതുവെ കൊണ്ടുവരുന്നതാണ്. ഈ ലോകവും അതിന്റെ മോഹവും നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോകണം. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിത്യതയ്ക്കായി ഓടുവാൻ വാഞ്ചിക്കുക. ഒരു കാര്യം ചെയ്യും, മോളിയന്റെ ഒരു ടിവി ഇല്ലേ, അതിന്റെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്തതാണ്. എന്താ അത് മാത്രം പറഞ്ഞ കേൾക്കത്തില്ല. മോളിയന്റി, ആന്റിയുടെ ടിവിയുടെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്ത് സീരിയൽ കാണുന്ന സമയത്ത് വചനം വായിക്കുകയും പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാകും. സമയത്തിന് സഭായോഗത്തിന് പോകാനും പറ്റും. അപ്പോൾ മോളിയന്റി ഇതുപോലൊക്കെ ചെയ്യുക. ഓക്കെ? ഓക്കെ. പോയത്ര ഉഷാറ് കാണുന്നില്ലല്ലോ. എടാ ചിന്തിച്ച എനിക്ക് വേണ്ട സ്ഥലം തന്നെയാണ്. അവറാച്ചായോ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് പോടാ മോനെ, എനിക്കൊന്നും പണിയില്ലടാ. ഇതിന്റെ വലിയ പണിയല്ലേ? വരണം, ഇരിക്കും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താ പേര്? ഡോക്ടർ, എന്റെ പേര് അവറാജ്. ഡോക്ടർ, എനിക്ക് പ്രേയറിന്റെ ഇടയ്ക്ക് ഭയങ്കര ഉറപ്പം, കൂടുതലും പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കുമാണ്. ഇതൊരു രോഗമാണോ ഡോക്ടർ? യെസ് അവറാച്ച, ഇതൊരു വലിയ രോഗം തന്നെയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കും കൂടെ ഇരിക്കുന്നവർക്കും കൂടെ ഈ രോഗം പകരും. അവറാച്ച, ആദ്യം നമ്മൾ സ്ഥലകാല ബോധമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്നേ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ദൈവസന്നിധിയിൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ വേണം ഇരിക്കാൻ. അവറാച്ച, ഒരു കാര്യം ചെയ്യും, അവറാച്ചൻ പ്രാർത്ഥന കേൾക്കും ഒരിക്കൽ ആമേൻ എന്ന് പറയുകയും വചന ശുശ്രൂഷ കേൾക്കും ഒരിക്കൽ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുക. അപ്പോൾ അവറാച്ചനും അടുത്തിരിക്കുന്ന ചാക്കോച്ചനും ഈ രോഗം പകരത്തില്ല. നിങ്ങളെക്കാളും ബുദ്ധിമുട്ട് അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്ററിനായിരിക്കും. വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ കസേരമായി താഴെ വീഴുന്നു പേടിച്ച ആ പാസ്റ്ററോടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക. ഓക്കെ? താങ്ക് യു ഡോക്ടർ. എടാ ജിമ്മിച്ച, നിനക്ക് പറ്റിയ സ്ഥലം അതാടാ, നീ പോയി നോക്കടാ. ഒന്ന് പോടാ. നേരെ നോക്കി നടക്ക, തട്ടി പറഞ്ഞ വീണുള്ള ഷേപ്പും കൂടെ കളയല്ലേ. ഒന്ന് പോടാ. വരണം, എനിക്ക്. എന്താ പേര്? ഡോക്ടർ, ഐ എം കറിയച്ചൻ. എന്താ പ്രശ്നം? എങ്ങനെയാണോ മൊബൈലിൽ പോക്കറ്റ് വെച്ചിട്ട് സംസാരിക്കും? ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. സംസാരിക്കും സഹായം. ഡോക്ടറെ, ഈ മൊബൈൽ തന്നെയാ പ്രശ്നം. ഈ പ്രേയറിന് വന്ന ഈ മൊബൈല് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ബൈബിളും പാട്ടല്ലേ ഇതിനകത്ത് ഉണ്ടിട്ടോ. ഈ പ്രേയറിന് വരുമ്പോ ഈ പാസ്റ്റർ റെഫറൻസ് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ഏൻമറിയുടെ വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അതെന്താന്ന് നോക്കാം, വാട്സപ്പ് നോക്കും. അപ്പോഴായിരിക്കും അവൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ലൈക്ക് അടിക്കുന്നത്. അതെന്താന്ന് നോക്കാം, ഫേസ്ബുക്ക് നോക്കും. അപ്പോഴായിരിക്കും സമയം പോവും, ബാക്കി അടിക്കില്ല, പ്രേയറും ചെയ്യും. അറിയാച്ചാ, പുറപ്പാട് 3:5 ഇങ്ങനെ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. ഞാൻ ചെരുപ്പ് പറഞ്ഞാണ് പറഞ്ഞ ഡോക്ടർ.
ചെരുപ്പ് ലൗകികതയാണ് സൂചിപ്പിക്കുന്നത്. അവർ കറിയാച്ചൻ ഇന്നു മുതൽ മൊബൈലിന് പകരം ബൈബിളുമായി ചർച്ചിൽ പോകുക. മൊബൈൽ ഓഫ് ഓർ സൈലന്റിൽ വെക്കുക. അതുമല്ലെങ്കിൽ ഈ മൊബൈൽ അങ്ങ് ചർച്ചിൽ കൊണ്ടുപോകാതിരിക്കുക. ഇന്നത്തെ ഈ ന്യൂ ടെക്നോളജി മൂലം ഭൂരിഭാഗം ജനങ്ങളും ഗുണത്തേക്കാൾ ദോഷകരമായ കാര്യങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കുക. ഇതിനൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. ജിമ്മിച്ച ഷാർജാശേക്ക് ഉണ്ടോ? ഇവന്മാർക്കൊക്കെ എന്തുവാ? ചായക്കടലല്ലേ ഷാർജ ഷേക്ക്? ഷാർജ ഷേക്ക് അല്ല, സൗദി ഷേക്ക് അല്ല ഞാൻ പോകുന്നത്. അപ്പനും മോനും പ്രശ്നമാണല്ലോ. ജിമ്മി ചേട്ടാ ഇൻട്രസ്റ്റ് ഉണ്ട്. വരണം എനിക്ക് ഡോക്ടറെ, ഇതൊക്കെ വളരെ തീവ്രമാണ്. ഇവന് മെമ്മറി വെച്ച് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിലെ ഫസ്റ്റാ, അവരുടെ അവകാശം മാറ്റപ്പെടുകയില്ല. പക്ഷെ മെമ്മറി വെച്ച് പ്രശ്നം. ഇത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, മാതാപിതാക്കളുടെ കുഴപ്പമാണ്. സ്കൂളിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എക്സ്ട്രാ ട്യൂഷന് വിടുകയും ചെയ്യും. പക്ഷെ വചനം വായിപ്പിക്കുവാനോ പ്രാർത്ഥിപ്പിക്കാനോ പഠിപ്പിക്കുവാനോ ഒന്നും സമയമില്ല. സദൃശവാക്യം 21:6 ഇങ്ങനെ പറയുന്നു: ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല. അതിനാൽ നമ്മൾ പേരൻസ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ ഓക്കെ ഡോക്ടർ. ജിമ്മി ചേട്ടാ ബൈ ബൈ. സമയം കഴിഞ്ഞു, ഇനി പോകാം. ഒരു ചായ. എന്താ കുറെ നേരമായി ഞാൻ താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ പേര്? ജിമ്മിച്ചൻ. ജിമ്മിച്ച, ഇങ്ങനെ വഴിയെ പോകുന്നതിലൊക്കെ കളിയാണ് അത്ര നല്ല സ്വഭാവമല്ല. സദൃശവാക്യം 21:23 ഇങ്ങനെ പറയുന്നു: വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. സ്വന്തം കണ്ണിൽ കുരുകരുത്, മറ്റുള്ളവരുടെ കണ്ണിൽ കരട് നീക്കാൻ ശ്രമിക്കരുത്. അയൽ ശോധനയ്ക്ക് പകരം സ്വയം ശോധന ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുക. ഓക്കെ ഓക്കെ, അപ്പൊ മാറ്റണമല്ലേ? പാപത്തിൽ ക്ഷീണിക്കുന്നവനെ, പാപത്തിൽ ക്ഷീണിക്കുന്നവനെ